Good morning to all. Edge for Advanced Studies in the MA English class leke എല്ലാവർക്കും സ്വാഗതം. So today we are going to study MEG 11 American novel. Okay, അപ്പോൾ അമേരിക്കൻ നോവലിലെ ബ്ലോക്ക് 5 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആ ബ്ലോക്ക് 5ലെ പഠിക്കുന്നത് ഒരു നോവലാണ് ബ്ലാക്ക് സ്പ്രിംഗ് എന്ന് പറഞ്ഞ ഹെൻറി മില്ലറിൻ്റെ ബ്ലാക്ക് സ്പ്രിംഗ് എന്ന് പറഞ്ഞ നോവലാണ് ആ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് യൂണിറ്റ് 1ലാണ്. യൂണിറ്റ് 1ൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സെക്ഷൽ റെവല്യൂഷൻ ഇൻ മോഡേൺ അമേരിക്കൻ ലിറ്ററേച്ചർ ആണ്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് 5ലെ യൂണിറ്റ് 1 ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ആ ഒരു യൂണിറ്റ് 1ൻ്റെ ടൈറ്റിൽ എന്താണ്? സെക്ഷൽ റെവല്യൂഷൻ ഇൻ മോഡേൺ അമേരിക്കൻ ലിറ്ററേച്ചർ ആണ്. ദെൻ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ഡയലക്റ്റിക് ഓഫ് സെക്ഷൽ മോട്ടീവ് ഇൻ അമേരിക്കൻ ലിറ്ററേച്ചർ, അതുപോലെ തന്നെ ദ ഇൻഫ്ലുവൻസ് ഓഫ് കാൾ യുങ്, അതുപോലെ സിഗ്മണ്ട് ഫ്രോയിഡ്, അതുപോലെ റിവിഷനിസ്റ്റുകളായ റേജ് ഫ്രോം, ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസുകളാണ് നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു റെവല്യൂഷൻ അവരെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു അത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ദെൻ വി ആർ ഓൾസോ ഗോയിങ് ടു ഡിസ്കസ് the attitudes of different writers towards sexuality. ആരൊക്കെയാണെന്ന് വെച്ചാൽ വില്യം ഡീൻ ഹവൽസ്, തിയോഡർ ഡ്രൈസർ, അതുപോലെ ഷെർവുഡ് ആൻഡേഴ്സൺ, എഫ് സ്കോട്ട് ഫിസ്കറാൾഡ്, ദെൻ ബീറ്റ് ജനറേഷനിൽ വരുന്ന റൈറ്റേഴ്സ്, ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഓവറോൾ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ഈ ഒരു യൂണിറ്റ് കഴിയുമ്പോൾ, ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ പഠിച്ചിരിക്കണം. ഓക്കെ, സോ ലെറ്റ് മീ മൂവ് ടു ദ സ്ലൈഡ്സ്. സോ ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹെൻറി മില്ലേഴ്സ് ബ്ലാക്ക് സ്പ്രിംഗ്. ഇൻ ദ ബിഗിനിങ് ഡെഫിനറ്റ്ലി നമ്മൾ എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇൻട്രൊഡക്ഷൻ്റെ ഒരു ഷോർട്ട് വേർഷൻ ആണ്. അപ്പോൾ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് സെക്സ് ഈസ് എൻ ഇൻറ്റഗ്രൽ ആൻഡ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്നാണ് അല്ലേ. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എസെൻഷ്യൽ ആയ ഒരു ഭാഗമാണ് സെക്സിനുള്ളത്. അപ്പോൾ ആ ഒരു സെക്ഷൽ റെവല്യൂഷൻ എങ്ങനെയാണ് അമേരിക്കൻ ലിറ്ററേച്ചറിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനും പോകുന്നത്. അപ്പോൾ അമേരിക്കൻ ലിറ്ററേച്ചറിലും സെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗം വഹിച്ചിട്ടുണ്ടെന്നും പക്ഷേ അതൊരു അഗ്രസീവ് റോളിലാണ് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റേഴ്സ് ഒരു കുറച്ചും കൂടി റെവല്യൂഷൻ അല്ലെങ്കിൽ ഒരു റിബല്യസ് നേച്ചറിലാണ് സെക്സിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ ഈ ഒരു കണ്ടന്റ്, സെക്ഷൽ കണ്ടന്റ് പോർട്രേ ചെയ്യുക എന്ന് പറയുന്നത് ഒരു റിബല്യസ് ആയ കാര്യമാകുന്നത് എപ്പോഴാണ്? ഡെഫിനറ്റ്ലി നമ്മുടെ സമൂഹം സെക്സിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ചെയ്യണം, ആരുടെ കൂടെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹം തന്നെ എന്താണ് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ലിറ്ററേച്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലവ് ആൻഡ് സെക്സ്, സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ്, ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് ഐഡിയൽ ആണ്. ഓക്കെ, ലവും സെക്സും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാണാം, സ്പിരിറ്റും ഫ്ലഷും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാണാം, അതുപോലെ തന്നെ ഇൻസ്റ്റിങ്ക്റ്റും ഐഡിയലും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് ലിറ്ററേച്ചറിൽ കാണാൻ പറ്റും. ദെൻ അതുപോലെ നമുക്ക് ഈ ഒരു കണ്ടന്റ്, സെക്ഷൽ കണ്ടന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ ഫ്രം ദ ഏർലി ടൈം ഓൺവേർഡ്സ് എന്താണ് ഒരുപാട് റീസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന, നമ്മുടെ സമൂഹത്തിനെ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റുന്ന രണ്ട് ഓപ്പോസിഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആർഗ്യുമെന്റ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കാണാം. അതിലെ ഇവർ എക്സാമ്പിൾ ആയിട്ട് തരുന്നതാണ് ഡയോനിഷ്യസ് എന്നും ക്രൈസ്റ്റ് എന്നും പറഞ്ഞിട്ടാണ് ഇവർ എക്സാമ്പിൾ ആയിട്ട് തരുന്നത്. എന്തുകൊണ്ടായിരിക്കും ഡയോനിഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ക്രൈസ്റ്റ് എന്നുള്ള പേര് പറഞ്ഞിട്ടുണ്ടാവുക? ഡയോനിഷ്യസ് എന്ന് പറയുന്ന ഗോഡ് റെപ്രസെൻറ്റ് പാഷൻ, സെൻഷ്വാലിറ്റി, ഇമോഷണൽ റിലീസ് ആൻഡ് ദ ലൈഫ് ഓഫ് ദ ബോഡി എന്നാണ് പറയുന്നത്. ഡയോനിഷ്യസ് എന്ന് പറഞ്ഞ ഗോഡ് എന്തിന് നിലകൊള്ളുന്നതാണ്? പാഷൻ, അതുപോലെ തന്നെ സെൻഷ്വാലിറ്റി, ഇമോഷണൽ ആയിട്ടുള്ള റിലീസ്, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ലൈഫിനെ നിലകൊള്ളുന്ന ഒരു ഗോഡാണ് ഡയോനിഷ്യസ്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി നമ്മുടെ സെക്ഷുവാലിറ്റി, പ്ലഷർ, ഫ്രീഡം അതെല്ലാം ബേസിക് ആയ ഹ്യൂമൻ ഇമ്പൾസ് ആണെന്നും, അതുപോലെ തന്നെ ഫിസിക്കൽ നീഡാണെന്നും, ഫിസിക്കൽ ഡിസയർ ആണെന്നും, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിങ്ച്വൽ ഡിസയർ ആണെന്നുമാണ് ഈ ഒരു ഡയോനിഷ്യസ് എന്ന് പറഞ്ഞ ഗോഡിൻ്റെ ഇമേജോട് കൂടി നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡയോനിഷ്യസ് എന്ന് പറഞ്ഞ ഗോഡിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹം എടുത്തു കഴിഞ്ഞാൽ ഡയോനിഷ്യസും ക്രൈസ്റ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഏത് കാര്യത്തിൽ? സെക്ഷൽ മാറ്റേഴ്സിൽ കാണാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഡയോനിഷ്യസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ സെക്ഷൽ ഫ്രീഡം അല്ലെങ്കിൽ സെക്ഷലി നമുക്ക് ആഗ്രഹിക്കുന്ന
ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും, വാട്ട് എവർ ആ ഒരു സെക്സിന്റെ കീഴിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ബേസിക് ആയ നീഡാണ്, ഫിസിക്കൽ ഡിസയർ ആണ്. അതുപോലെ തന്നെ ബേസിക് ആയ ഹ്യൂമൻ ഇമ്പൽസ് ആണ്. അതിൽ നമുക്ക് ഫ്രീഡം വേണം എന്നുള്ളൊരു ഐഡിയ ആണ് ഡയോനിഷ്യസ് എന്ന് പറഞ്ഞ ഗോഡിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ക്രൈസ്റ്റ് സിംബോളൈസ് ചെയ്യുന്നത് സെൽഫ് കൺട്രോൾ, മോറൽ ഡിസിപ്ലിൻ, സ്പിരിച്വൽ ആസ്പിരേഷൻ ഒക്കെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്ന ഒരുപാട് റീസ്ട്രിക്ഷൻസ്, അതാണ് ആര് സിംബോളൈസ് ചെയ്യുന്നത്? ക്രൈസ്റ്റ് സിംബോളൈസ് ചെയ്യുന്നത്. ക്രൈസ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ റീസ്ട്രെയിൻ, പ്യൂരിറ്റി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇന്നർ മൊറാലിറ്റി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ലോസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളെ പാടൂ, സമൂഹം ചില കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷനെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്നതാണ് ക്രൈസ്റ്റ്. അപ്പം ഇവർ രണ്ടുപേരുടെയും ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങൾക്ക് നമ്മുടെ സമൂഹം എടുത്തു നോക്കിയാൽ ഏത് കാര്യത്തിൽ, സെക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ദെൻ നമുക്കൊരു കാര്യം അറിയാം, എന്താണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഒരു സമയം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇന്നും നമ്മൾ ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് കാണുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്താണോ ആവശ്യം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്താണ് ആവശ്യപ്പെടുന്നത്, ഇവ രണ്ടും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്നും നിലനിൽക്കുന്നതാണ്. സോ ഇറ്റ്സ് നോട്ട് ഈസി ടു എൻഡ്, അല്ലേ? അത്ര പെട്ടെന്ന് എന്താണ് ഇത് അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ലിറ്ററേച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക് ആയിരുന്നു എന്നാണ് പറയുന്നത്. എക്സ്പെഷ്യലി അമേരിക്കൻ ലിറ്ററേച്ചറിൽ നമ്മുടെ വില്യം ഡീൻ ഹവൽസ്, അതുപോലെ ഹെൻറി മില്ലർ, ഇവരുടെ കാലഘട്ടത്തിൽ ഇവർ ഈ ഒരു സെക്ഷൽ കാര്യങ്ങൾ, സെക്ഷൽ കണ്ടന്റ് എക്സ്പ്ലിസിറ്റ് ആയി പറഞ്ഞുകൊണ്ട് അതുവരെ ഫോളോ ചെയ്തിരുന്ന മൊറാലിറ്റി, റൂൾസ് ആൻഡ് റെഗുലേഷനെ ക്വസ്റ്റ്യൻ ചെയ്യാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡയലക്റ്റിക് ഓഫ് സെക്സ് മോട്ടീവ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡയലക്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിങ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് കോൺഫ്ലിക്റ്റ്, ഓപ്പോസിങ് ഫോഴ്സസ്, അതിനെക്കുറിച്ചാണ്. അപ്പോൾ സെക്സ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്സ് കോൺസെപ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആയ ആർഗ്യുമെന്റ്സ് ഏതൊക്കെയാണ്, ഓപ്പോസിങ് ഫോഴ്സസ് ഏതൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിലൂടെ നമുക്ക് പറയാം ഒരുപാട് ഇൻസ്റ്റിങ്ച്വലായ കാര്യങ്ങൾ മനുഷ്യനുണ്ട്, അതിനനുസരിച്ചിട്ട് എന്താണ് ഒരുപാട് റീസ്ട്രെയിൻസും സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബോഡി വേഴ്സസ് സോൾ, നമ്മുടെ ബോഡിയും ആത്മാവും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് കാണാൻ പറ്റും. ഇൻഡിവിജ്വൽ ഫ്രീഡവും അതുപോലെ സോഷ്യൽ മൊറാലിറ്റിയും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലേ? സെക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക് എടുത്താൽ അത് ഇൻസ്റ്റിങ്ച്വൽ ആണെന്ന് പറയുന്ന ആളുകളും, എന്നാൽ സമൂഹത്തിനെ അനുസരിച്ച് വേണം അത് ചെയ്യാൻ എന്ന് പറയുന്ന ആളുകളും, അങ്ങനെ രണ്ടു പേരുടെ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാം. അതുപോലെ ബോഡി വേഴ്സസ് സോൾ എന്ന് പറഞ്ഞൊരു കോൺഫ്ലിക്റ്റ് കാണാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം വേഴ്സസ് എന്താണ് സോഷ്യൽ മൊറാലിറ്റി എന്നുള്ള കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാം. അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഹ്യൂമൻ കൾച്ചർ ഈസ് ഡിവൈഡഡ് ഓൺ സെക്ഷുവാലിറ്റി എന്ന്. മനുഷ്യൻ്റെ കൾച്ചർ സെക്ഷുവാലിറ്റിയിൽ ഡിവൈഡഡ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതെങ്ങനെയാ? because it tries to balance biological instinct with the social order or morality or power, അല്ലേ? എന്താണ് ആ ഒരു സോഷ്യൽ ഓർഡറിലൂടെ അല്ലെങ്കിൽ മൊറാലിറ്റിയിലൂടെ, പവറിലൂടെ ഒരു ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ട്രൈ ചെയ്യാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുക, നമ്മുടെ കൾച്ചറിലൂടെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏർലി ടൈമിലെ കാലഘട്ടം എടുക്കുക. ആ സമയത്ത് പറഞ്ഞു ഡയോനിഷ്യസ്, ക്രൈസ്റ്റ് ഉണ്ടായിരുന്നു. ഡയോനിഷ്യസ് എന്ന് പറയുന്നത് എന്താണ്? സെക്ഷൽ ഫ്രീഡത്തിൽ വിശ്വസിക്കുന്ന, സെക്ഷൽ റീസ്ട്രെയിൻറ്റുകൾ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ടീമായിട്ട് നമുക്ക് ഡയോനിഷ്യസിനെ എടുക്കാം. എന്ന് വെച്ചാൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്, ലൈഫ് അഫേമിംഗ് ആണ് എന്നുള്ള കാര്യമായിട്ട് നിലകൊള്ളുന്ന കുറച്ച് ആളുകൾ. ദെൻ അതിനെ ഓപ്പോസ് ചെയ്യാൻ ആരുണ്ട്? ക്രൈസ്റ്റിനെ ബിലീവ് ചെയ്യുന്ന ആളുകളെ പോലെ, എന്ന് വെച്ചാൽ വിക്ടോറിയൽ മൊറാലിറ്റി ഫോളോ ചെയ്യുന്ന ആളുകളെ പോലെ, അല്ലെങ്കിൽ ഇസ്ലാമിക് മൊറാലിറ്റി ഫോളോ ചെയ്യുന്ന ആളുകൾ പോലെ ഒരുപാട് ആളുകളുണ്ട്. സോ ഇങ്ങനെ ഒരു കൾച്ചറൽ ഡിവിഷൻ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റും, നമ്മുടെ സമൂഹം എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. സെക്കൻഡ് വൺ, സെക്ഷുവാലിറ്റി ഡിവൈഡഡ് അലോങ് വിത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ്, അല്ലേ? പബ്ലിക് ബൗണ്ടറി, പ്രൈവറ്റ് ബൗണ്ടറി, ആ ഒരു ബൗണ്ടറി എപ്പോഴും ഉണ്ടാവും, അല്ലേ? പബ്ലിക്കിൽ നമ്മൾ സെക്ഷലി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, പ്രൈവറ്റ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടൂ എന്നുള്ള ഒരു എന്താണ് കൾച്ചറൽ ഡിവിഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തേർഡ് വൺ, സെക്ഷുവാലിറ്റി ത്രൂ ജെൻഡർ റോൾസ്. അത് വളരെയധികം സ്റ്റഡി ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ്. എന്താണ്? ആണുങ്ങൾക്ക് കുറച്ച് ഫ്രീഡം കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഇൻ ദ ഏർലി ടൈംസ്, മേ ബി ഇന്നും അങ്ങനെ നിലനിൽക്കുന്നുണ്ട്, ബട്ട് മോസ്റ്റ് ഓഫ് ദി വുമൻ അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇങ്ങനെയുള്ള ഷാക്കിൾസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ മോസ്റ്റ് ഓഫ് ദി വുമൻ ഈസ് ഫൈറ്റിംഗ്
മോസ്റ്റ് ഓഫ് ദ വുമൻ ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോൾ എന്താണ് പറയുന്നത് ഇവിടെ, ആണുങ്ങൾക്ക് കുറച്ച് അധികാരം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സെക്ഷൽ നീഡ്സ് ആണുങ്ങൾ പറയുമ്പോൾ അത് അവരുടെ അവകാശമാണെന്നും, എന്നാൽ പെണ്ണുങ്ങൾ പറയുമ്പോൾ ഒരു ബാഡ് നെയിം ലേഡീസിനെ കൊടുക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറി, ഷോർട്ട് ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിലൊക്കെ എന്താണ് പറയുന്നത്, സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സെക്ഷുവാലിറ്റി ത്രൂ ജെൻഡർ റോൾ, അങ്ങനെ ഒരു ഡിവിഷൻ നിങ്ങൾക്ക് കൾച്ചറലി കാണാൻ സാധിക്കും. ഇനി ഫോർത്ത് വൺ എന്ന് പറയുകയാണെങ്കിൽ സെക്ഷുവാലിറ്റി ഈസ് ഡിവൈഡഡ് ബൈ നോർമാറ്റിവിറ്റി ആൻഡ് ഡീവിയേഷൻ ഫ്രം ദിസ് നോർമാറ്റിവിറ്റി. എന്താണ്, ഇപ്പോൾ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ എന്താണ് സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്ത നോർമൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥ. ബട്ട് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത എല്ലാവരും, അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയ സെയിം സെക്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബൈസെക്ഷൽ റിലേഷൻഷിപ്പ് ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയെല്ലാം എന്താണ് അബ്നോർമൽ ആയിട്ട് കണക്കാക്കുന്ന ഒരു അവസ്ഥ. ഇതും നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. ഇനി നമ്മുടെ ഈ ഒരു മോഡേൺ സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു വലിയ കോൺഫ്ലിക്റ്റ് എന്താണ്, ഇന്നും നമ്മുടെ ജനങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ട്രഡീഷണൽ ആയിട്ട് കൊണ്ടു നടക്കുന്ന ആ മൊറാലിറ്റിക്ക് അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ ഇൻഡിവിജ്വൽ ഓട്ടോണമിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ഡിവിഷൻ, സെക്ഷുവാലിറ്റിയിലൂടെയുള്ള ഈ ഒരു ഡിവിഷൻ നിങ്ങൾക്ക് കൾച്ചറിൽ എപ്പോഴും കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെക്ഷൽ റെവല്യൂഷൻ ഇൻ ദ 20th സെഞ്ച്വറി. ഓക്കെ, 20th സെഞ്ച്വറിയിലുള്ള സെക്ഷൽ റെവല്യൂഷൻ ആണ് പറയുന്നത്. ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് പ്യൂരിറ്റൻ റിപ്രഷൻ. ഓക്കെ, പ്യൂരിറ്റൻസിന്റെ റിപ്രഷനെ എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതായിരുന്നു ആദ്യത്തെ, എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു റെവല്യൂഷന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സെക്ഷൽ റിപ്രഷൻ ഒരുപാടുണ്ടായിരുന്നു. സമൂഹത്തിൽ ഇന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യാൻ പാടുള്ളൂ, സെക്ഷലി ഉള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് ബിലീഫ് ഉണ്ടായിരുന്നു. സോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിട്ടാണ് 20th സെഞ്ച്വറിയിൽ ഇത് വരുന്നത്. ഇവിടെ ഒരുപാട് മൂവ്മെന്റ്സുകൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്രിമിറ്റിവിസം, സെക്കൻഡ് വൺ ബ്ലാക്ക് സ്പ്രിംഗ് ഇൻസ്റ്റിൻക്റ്റ്, ദെൻ തേർഡ് വൺ അപ്പോത്തിയോസിസ് ഓഫ് ഓർഗാസം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ പ്രിമിറ്റിവിസം അല്ലെങ്കിൽ ബ്ലാക്ക് സ്പ്രിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ ഉദ്ദേശിച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഈ സെക്ഷുവൽ ഡിസയർ എന്ന് പറയുന്നത് റോ പ്രിമിറ്റീവ് ലൈഫ് ഫോഴ്സ് ആണ്, അല്ലേ, നമ്മുടെ ഇൻസ്റ്റിങ്ക്ച്വൽ എനർജിയാണ് അതിലൂടെ വരുന്നത്. അപ്പോൾ അതിനെയൊക്കെ എംബ്രേസ് ചെയ്തുകൊണ്ട് ഒരുപാട് മൂവ്മെന്റ്സുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് സ്പ്രിംഗ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഹെൻറി മില്ലറിന്റെ ഈ ഒരു നോവൽ ബ്ലാക്ക് സ്പ്രിംഗ് എന്ന് പറഞ്ഞ 1936 വന്ന ഈ ഒരു നോവലിൽ ഈ ഒരു സെക്ഷുവാലിറ്റിയെ എംബ്രേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു സെക്ഷുവൽ ലൈഫ് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു നോവലിൽ കാണാൻ സാധിക്കും. സോ ദാറ്റ്സ് വൈ ബ്ലാക്ക് സ്പ്രിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. ഇനി അപ്പോത്തിയോസിസ് ഓഫ് ഓർഗാസം. എന്താണ് ഈ അപ്പോത്തിയോസിസ് ഓഫ് ഓർഗാസം? ഇറ്റ് മീൻസ് എലവേഷൻ ടു ഡിവൈൻ സ്റ്റേറ്റസ് ഓർ ട്രീറ്റിംഗ് സംതിങ് ആസ് എ ഹയസ്റ്റ് അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, ഹയസ്റ്റ് ആയ അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് എന്തിനെ ട്രീറ്റ് ചെയ്യുക, സെക്സിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അത് നിങ്ങൾക്ക് എവിടെ കാണാൻ സാധിക്കും? ഈ 20th സെഞ്ച്വറിയിലുള്ള ലിറ്ററേച്ചറിലെല്ലാം കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഓർഗാസത്തെ സേക്രഡ് ആയി കാണുക, സുപ്രീം ആയി കാണുക, ഒരു ട്രാൻസെൻഡന്റ് എക്സ്പീരിയൻസ് ആയിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു നോവലിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോർട്രേയിങ്, ഈ ഒരു തീം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഇതോടുകൂടി എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഈ ഒരു 20th സെഞ്ച്വറിയിലുള്ള റെവല്യൂഷൻ അതുവരെ ഫോളോ ചെയ്ത പല കാര്യങ്ങൾക്കും എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇവിടെ അപ്പോത്തിയോസിസ് ഓഫ് ഓർഗാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും, ഇത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഐ വിൽ ഗീവ് സം എക്സാമ്പിൾസ് റിഗാർഡിംഗ് ദാറ്റ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള കുറേ ഫിലിംസ്, ആ ഫിലിംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്പോത്തിയോസിസ് ഓഫ് ഓർഗാസം കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ആ ഒരു സെക്ഷൽ യൂണിയനെ അത്രയും വലിയൊരു കാര്യമാക്കി, ഒരു സാക്രഡ് കാര്യമാക്കിയിട്ട് മാറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഫസ്റ്റ് വൺ നമുക്ക് പറയാം, ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ മൂവി. ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ മൂവിയിൽ നമുക്കറിയാം ഗന്ധർവൻ ഭൂമിയിലേക്ക് വരുന്നു, ദെൻ നായികയും ഗന്ധർവനും തമ്മിൽ പ്രണയത്തിലാവുന്നു. അവരുടെ ആ ഒരു സെക്ഷൽ യൂണിയനെ അതിലെന്താ പറയുന്നത്, ഒരു സെലസ്റ്റിയൽ യൂണിയൻ ആയിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു മൂവിയാണ് തൂവാനത്തുമ്പികൾ. നമ്മളെല്ലാവരും വളരെ എന്താ പറയുക, വലിയ ഫാനാണ് ആ മൂവിയുടെ. അപ്പോൾ തൂവാനത്തുമ്പികൾ എന്ന് പറയുന്നതിൽ സെക്സ് ഒരു സാക്രഡ് ലവ് ആയിട്ടാണ് അതിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്, അല്ലേ. എന്ന് വെച്ചാൽ രണ്ടുപേരുടെ സാക്രഡ് ആയ പ്രണയത്തിൻ്റെ സിമ്പലായിട്ടാണ് അവിടെ സെക്സ്
പോർട്രേ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പറയാം വൈശാലി 1988 വന്നൊരു മൂവിയാണ്. അതിലെ സെൻഷ്വാലിറ്റീനെ റിച്വലിസ്റ്റിക് ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു ലൈഫ് ഗിവിങ് ഫോഴ്സ് ആയിട്ടാണ് വൈശാലിയിലെ ഈ ഒരു സെക്ഷുവാലിറ്റിയെ കാണിക്കുന്നത്. ഇനി രതിനിർവേദം എന്ന് പറയുന്ന മൂവിയിലെ വുമൺ ആസ് എ ഗോഡസ് ഓഫ് ഡിസയർ ആയിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. ഇനി ആ ഒരു നേച്ചർ, അതുപോലെ തന്നെ അതിന് ചുറ്റും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഒരു കാടാണ്, ഒരു കാവാണ് അതിൽ പോർട്രേ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ബ്യൂട്ടി, ആ ഒരു ആസ്തറ്റിക് ബ്യൂട്ടിയാണ് സെക്സിന് അവരതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ പോർട്രേ ചെയ്യുന്ന ലിറ്ററേച്ചർ വന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് നോട്ട് ഈസി. കാരണം എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങൾ പറയാൻ ഭയന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ കാര്യങ്ങൾ പറഞ്ഞാൽ സൊസൈറ്റിയിൽ തന്നെ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് റൈറ്റേഴ്സ് ഇതുപോലെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയും പോർട്രേ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ക്ലിയർ ഗൈസ്? ഇപ്പോൾ ഓവറോൾ ഒരു ഐഡിയ കിട്ടിയില്ല, എന്താണ് ഈ 20th സെഞ്ച്വറിയിൽ സെക്ഷൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഉണ്ടായത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഇതിൽ വരുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മൂവ്മെൻ്റ് ആണ് ലോസ്റ്റ് ജനറേഷൻ. 1920s വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടീം ഓഫ് എന്താ പറയുക റൈറ്റേഴ്സാണ്. അവർ ഇതിനെതിരെ എന്ന് വെച്ചാൽ അവരിതുപോലെ ഒരുപാട് റെവല്യൂഷണറി നോവൽസ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് മേജർ റിവോൾട്ട് ആയിട്ടാണ് ലോസ്റ്റ് ജനറേഷനെ കണക്കാക്കുന്നത്. ദെൻ ബീറ്റ് ജനറേഷൻ 1950s വന്നിട്ടുള്ളതാണ് ബീറ്റ് ജനറേഷൻ. അവർ കുറച്ചുകൂടി മിലിറ്റൻ്റ് ആയിരുന്നു, അഗ്രസീവ് ആയിട്ടുള്ള സെക്ഷൽ ഫ്രീഡമാണ് അവർ പോർട്രേ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. സെക്ഷൽ റെവല്യൂഷൻ ഇൻ ദ 20th സെഞ്ച്വറി എന്ന് പറയുമ്പോൾ പ്രിമിറ്റിവിസം, ബ്ലാക്ക് സ്പ്രിംഗ് ഇൻസ്റ്റിങ്ക്ട്, അപ്പോതിയോസിസ് ഓഫ് ഓർഗാസം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നൗ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് പേഴ്സൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഫ്രം 20th സെഞ്ച്വറി. ആരാള്? നോർമൻ മെയ്ലർ. അദ്ദേഹത്തിൻ്റെ സെക്ഷുവൽ റെവല്യൂഷനെ കുറിച്ച്, അദ്ദേഹം ഈ ഒരു റെവല്യൂഷൻ്റെ ഭാഗമായത് എങ്ങനെയാണെന്ന് നോക്കാം. നോർമൻ മെയ്ലർ പറയുന്നത് സെക്ഷുവൽ റെവല്യൂഷൻ ആസ് ദ ഗ്രേറ്റസ്റ്റ് ലിറ്റററി സ്ട്രഗിൾ എന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ഓൾ, if my generation of writers represent anything, if there is anything we have fought for, it is sexual revolution. ഓക്കെ, അപ്പോൾ എൻ്റെ ജനറേഷനിലുള്ള റൈറ്റേഴ്സ് എന്തിനെങ്കിലും വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സെക്ഷുവൽ റെവല്യൂഷന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ലിറ്റററി സ്ട്രഗിൾ, അതിൽ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താണ്? സെക്ഷുവൽ റെവല്യൂഷൻ തന്നെ ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ. അപ്പോൾ അദ്ദേഹം എന്നിട്ട് പറയുന്നുണ്ട് ഒരുപാട് ബുക്സുകൾ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലേഡി ചാറ്റർലീസ് ലവർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബുക്സുകൾ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 20th സെഞ്ച്വറി വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വർക്കുകളെല്ലാം ഒരു പ്രശ്നവും ഇല്ലാതെ പബ്ലിഷ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അതിനർത്ഥം എന്താണ്? റൈറ്റേഴ്സ് റെവല്യൂഷൻ കൊണ്ടുവന്നതോടുകൂടി സമൂഹം മാറി എന്നുള്ളൊരു അർത്ഥമാണ് അതിലൂടെ കൊണ്ടുവരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ സെക്ഷൽ ഫ്രീഡം വൺസ് ഫോർബിഡൻ ആയിരുന്നു, ഇന്ന് എന്താണ്? ആക്സെപ്റ്റഡ് ആയ ഒന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്തിട്ട് ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഡ്രൈസർ, ആൻഡേഴ്സൺ, ഒന്നീലൊക്കെ ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് വന്ന റൈറ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കോംപ്ലക്സിറ്റി ഓഫ് സെക്ഷൽ ഫ്രീഡം. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് കോംപ്ലക്സിറ്റി ഓഫ് സെക്ഷൽ ഫ്രീഡം. അപ്പോൾ ഇതിൽ പറയുന്നത് സെക്ഷൽ ഫ്രീഡം എന്ന് പറയുന്നത് പ്യുവർലി ലിബറേറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. പ്യുവർലി എന്താണ്? ലിബറേറ്റിംഗ് ആണ്. നമുക്കൊരു ഫ്രീഡം കിട്ടുന്ന ഒന്നാണ് സെക്ഷൽ ഫ്രീഡം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സെക്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ മാത്രമല്ല, സൈക്കോളജിക്കൽ മാത്രമല്ല, സ്പിരിച്വൽ മാത്രമല്ല. എന്ന് വെച്ചാൽ ഇതിലൂടെയൊക്കെ സെക്സ് ഈസ് നോട്ട് മിയർ ഫിസിക്കൽ. സെക്സ് ലവ് എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ ഡയമെൻഷൻ, സ്പിരിച്വൽ മിസ്റ്ററി ഇതൊക്കെ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് സെക്സ് എന്നാണ് പറയുന്നത്. സെക്സ് എന്ന് പറയുന്നത് ആ ഒരു മനുഷ്യനെ, എന്നുവെച്ചാൽ സെക്സ് ഇൻവോൾവ്സ് ഓൾ പേഴ്സൺ, ആ ഒരു മനുഷ്യനെ മൊത്തത്തിൽ അതിൽ ഇൻവോൾവ് ചെയ്യിക്കുകയും ബയോളജിക്കലാണ്, മിസ്റ്റിക്കലാണെന്നാണ് പറയുന്നത്. സോ സെക്ഷൽ ഫ്രീഡം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ലിബറേറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. ഈ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഹെൽമുട്ട് തേലിക്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയിന്റ് എക്സാമിന് എഴുതാൻ ശ്രമിക്കുക. സെക്സ് ഇൻവോൾവ്സ് ദ ഹോൾ പേഴ്സൺ, ബിക്കോസ് അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ദാറ്റ് സെക്ഷൽ ഫ്രീഡം നോട്ട് പ്യുവർലി ലിബറേറ്റിംഗ് ബട്ട് അറ്റ് എ ടൈം കുറച്ച് എന്താണ് ലിബറേറ്റിംഗ് ആണ്, ഫ്രീഡം കൊടുക്കുന്ന ഒന്നാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ദെൻ സെക്ഷൽ ഫ്രീഡം ഡിസാസ്റ്റേഴ്സ് ആയിരുന്നു ഒരുപാട് റൈറ്റേഴ്സിനും എന്ന് പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നോട്ട് മിയർലി ഫിസിക്കലാണ്, മെറ്റാഫിസിക്കൽ ഡയമെൻഷനും സ്പിരിച്വൽ മിസ്റ്ററിയും ഒക്കെ അതിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോട്ട് പ്യുവർലി ലിബറേറ്റിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് ഇറ്റ്സ്
പ്യുവർലി ലിബറേറ്റിംഗ് ആണ്. അറ്റ് എ ടൈം എന്താണ്, ചെറുതായിട്ട് ഡിസാസ്റ്റർ ആയിരുന്നു. ലോട്ട് ഓഫ് റൈറ്റേഴ്സിനെ ഡിസാസ്റ്റേഴ്സ് ആയിരുന്നു. ബിക്കോസ് ഇത് ഫിസിക്കലായ കാര്യങ്ങൾ, സൈക്കോളജിക്കൽ കാര്യങ്ങൾ, സ്പിരിച്വൽ കാര്യങ്ങൾ, ഇത് മൂന്നും പോർട്രേ ചെയ്യേണ്ടി വരും ഒരു റൈറ്റർ. എന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്, 3 കാര്യത്തിലും പോർട്രേ ചെയ്തിട്ട് വേണം, 3 കാര്യത്തിലും ഫോക്കസ് ചെയ്തിട്ട് വേണം എഴുതാൻ. അതുകൊണ്ട് തന്നെ പല റൈറ്റേഴ്സിനും ഡിസാസ്റ്ററസ് ആയിട്ട് മാറി ഇതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൽ ഫ്രീഡം എന്ന് പറയുന്നത് ലിബറേറ്റിംഗ് ആണ്. ബട്ട് മെനി ഓഫ് ദി റൈറ്റേഴ്സ് ഫേസ്ഡ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. അത് പോർട്രേ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാം പ്രസന്റ് ചെയ്യേണ്ടി വന്നിരുന്നു. അതുപോലെ സെക്സ് എന്ന് പറയുന്നത് ഹോൾ പേഴ്സണെ ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു പോർട്രേ എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഐ എം സോറി. നെക്സ്റ്റ് വരുന്നത് സൈക്കോ അനാലിസിസ് ആൻഡ് സെക്ഷുവാലിറ്റി. സൈക്കോ അനാലിസിസ് സപ്പോർട്ട് ലിറ്റററി സെക്സ് റിബൽസ് എന്നാണ് പറയുന്നത്. സൈക്കോ അനാലിസിസ് ആരുടെ തിയറീസ് ആയിരുന്നു? ഫ്രോയിഡിൻ്റെ, അതുപോലെ തന്നെ യുങ്ങിൻ്റെ ഒക്കെ തിയറീസ് ആയിരുന്നു. ഫ്രോയിഡ് എന്താണ് പറയുന്നത്? ആ ഒരു ഒറിജിനൽ സിൻ എന്ന് പറഞ്ഞ ഐഡിയയെ തന്നെ റിജക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഫ്രോയിഡ്. സെക്സ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷന് വേണ്ടി മാത്രമല്ല. സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ, എന്താണ്, നമ്മുടെ ഇന്നേറ്റ് ആയിട്ടുള്ളൊരു ആഗ്രഹമാണ്, ഡിസയറാണ്. അപ്പോൾ അത് ഒരു റീപ്രൊഡക്ഷന് മാത്രമായിട്ടുള്ള ഒരു മെക്കാനിക്കൽ ആക്ടിവിറ്റി ആയിട്ട് സെക്സിനെ മാറ്റരുതെന്നാണ് ഫ്രോയിഡിൻ്റെ ഒപ്പീനിയൻ. അദ്ദേഹം പറയുന്നത് സെക്സിലൂടെ അൺകോൺഷ്യസ് ആയ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഡ്രീംസ്, അതുപോലെ സബ്ലിമിനൽ ഡിസയേഴ്സ് ഒക്കെ കാണിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വർക്ക് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് വായിച്ചിട്ടുണ്ടോ? ഇഫ് പോസിബിൾ ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡ്രീംസ് എല്ലാം എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രീംസ് എല്ലാം നമ്മുടെ ഉള്ളിലുള്ള അൺകോൺഷ്യസ് മൈൻഡിനെ, എസ്പെഷ്യലി റിപ്രസ്ഡ് ഡിസയേഴ്സിനെ കാണിക്കുന്ന ഒന്നാണെന്നും, അപ്പോൾ സെക്ഷലി ഉള്ള നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തിലൂടെ കാണാം? ഡ്രീമിലൂടെ കാണാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്, ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസിൽ പറയുന്നത്. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് ഒരു റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള ഡ്രീംസ്, അൺകോൺഷ്യസ് ആയ ഡിസയേഴ്സ്, ഇതെല്ലാം സെക്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇദ്ദേഹം ഇതിൽ മറ്റൊരു കാര്യം, മറ്റൊരു പേഴ്സൻ്റെ പോയിന്റ് കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. വാൾട്ട് വിറ്റ്മാൻ സെക്ഷുവാലിറ്റിയെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ, അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള ഒരു ലൈൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കോട്ട് ചെയ്തത് കാണാം. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഐ ഡു നോട്ട് പ്രസ് മൈ ഫിംഗേഴ്സ് അക്രോസ് മൈ മൗത്ത്, ഐ കീപ് ആസ് ഡെലിക്കേറ്റ് അറൌണ്ട് ദ ബവൽസ് ആസ് അറൌണ്ട് ദ ഹെഡ് ആൻഡ് ദ ഹേർട്ട്. കോപ്പുലേഷൻ ഈസ് നോ മോർ റാങ്ക് ടു മീ ദൻ ഡെത്ത് ഈസ്. ഇത് വാൾട്ട് വിറ്റ്മാൻ്റെ സോങ് ഓഫ് മൈസെൽഫ് എന്ന് പറഞ്ഞ ആ കവിതയിൽ സെക്ഷൻ 24 ലൈൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ലീവ്സ് ഓഫ് ഗ്രാസ് എന്ന് പറഞ്ഞ 1855 വന്ന ആ ഒരു കളക്ഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ് സോങ് ഓഫ് മൈസെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയം. ഇതിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം എന്താണ് സംസാരിക്കണം, ട്രൂത്ത് പറയാനാണ്. എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള ട്രൂത്ത് പറയാൻ കമ്മിറ്റഡ് ആയ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് അദ്ദേഹം സ്വയം പറയാണ്. എന്നിട്ട് പറയാണ്, തൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ അദ്ദേഹം ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒപ്പമാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതും അതുപോലെ നമ്മുടെ ഇമോഷൻസിനെയും ഒക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് രണ്ടാമത്തെ ലൈനിൽ അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, നമ്മുടെ ബർത്ത്, സെക്സ്, ഡെത്ത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈക്വലി എസെൻഷ്യൽ ആണ്. ഈക്വലി നമ്മൾ ഇമ്പോർട്ടൻസ് ഇതിനെല്ലാം കൊടുക്കണമെന്നാണ് ഈ ലൈൻസിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൈക്കോ അനാലിസിസ് ആൻഡ് സെക്ഷുവാലിറ്റിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് എന്താണ്, ഫസ്റ്റ് വൺ ഫ്രോയിഡിനെ കുറിച്ച് പറയുക. ദെൻ വാൾട്ട് വിറ്റ്മാൻ്റെ ഈ ഒരു ലൈൻസും നിങ്ങൾ എന്താണ് കോട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫ്രോയിഡിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. എങ്ങനെയാണ് ഫ്രോയിഡ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? ഫ്രോയിഡ് സെക്ഷുവാലിറ്റിയെ വളരെ റാഡിക്കലി ആണ് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അദ്ദേഹം അത്ര എക്സ്പ്ലിസിറ്റ് ആയിട്ട് ആരും പറയാത്തൊരു കാര്യം, റിബല്യസ് നേച്ചറിലാണ് അതിനെക്കുറിച്ച് പോർട്രേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അമേരിക്കൻ റൈറ്റേഴ്സ് അതിനോട് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൻറ്റി പ്യൂരിറ്റൻ ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്, അതുപോലെ തന്നെ റിപ്രഷൻ്റെ എക്സ്പ്രഷനാണ് ഇതിലൂടെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫ്രോയിഡ് അതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രോയിഡിനിസം എന്താണ്, ഒരു ലിറ്റററി ക്രൂസൈഡ് ആയിട്ട് മാറി എന്നാണ് വിശ്വസിക്കുന്നത്.
അതുപോലെ ഫ്രോയിഡിന്റെ ടെക്നിക്കിൽ നിന്ന് ഒരുപാട് ടൂൾസ് അമേരിക്കൻ റൈറ്റേഴ്സ് നേടിയെടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ഡ്രീം സിംബോളിസം, അൺകോൺഷ്യസ് മോട്ടിവേഷൻ, ഇന്റീരിയർ മോണോലോഗ്. ഓക്കെ, അപ്പൊ ഡ്രീം സിംബോളിസം വന്നത് ഫ്രോയിഡിന്റെ ഈ ഒരു തിയറീസിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ്. ദെൻ അൺകോൺഷ്യസ് ആയ മോട്ടിവേഷൻ, ഇന്റീരിയർ മോണോലോഗ് ഒക്കെ എന്തിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് വന്നതാണ്? നമ്മുടെ ഫ്രോയിഡിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് വന്നതാണ്. ഇനി ഫ്രോയിഡിനെതിരെ ഓപ്പോസിഷൻ ടു ഫ്രോയിഡിനെതിരെ ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. ഫ്രോയിഡ് അക്യൂസ്ഡ് ഓഫ് പാൻ സെക്ഷുവലിസം എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ പാൻ സെക്ഷുവലിസം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ആക്ടിവിറ്റിയിലെല്ലാം സെക്ഷുവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് എന്നുള്ളൊരു ഐഡിയ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മോഡേൺ ഐഡിയയിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ടേമിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സമൺ അട്രാക്റ്റഡ് ടു പീപ്പിൾ റിഗാർഡ്ലെസ് ഓഫ് ദയർ ജെൻഡർ. അവരുടെ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ മറ്റുള്ള ജെൻഡറിലൊക്കെ അട്രാക്റ്റഡ് ആവുന്നതിനെയാണ് പാൻ സെക്ഷുവലിസം എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഫ്രോയിഡിനെ അക്യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്നല്ലെങ്കിൽ ഏർലി ടൈമിൽ ഫ്രോയിഡിൻ്റെ ഒരു കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഹ്യൂമൻ ആക്ടിവിറ്റിയിലെല്ലാം സെക്ഷൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞതിനായിരിക്കാം അക്യൂസേഷൻ കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ഈ പാൻ സെക്ഷുവലിസം എന്ന് പറഞ്ഞ വാക്കിന് മോഡേൺ സൊസൈറ്റിയിൽ വേറൊരു മീനിങ് ഉണ്ട്. സമൺ അട്രാക്റ്റഡ് ടു പീപ്പിൾ റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പോൾ അതിനെയാണോ അക്യൂസ് ചെയ്തിരിക്കുന്നതെന്നും പറയാൻ വയ്യ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എഴുതുക ഹീ ഈസ് അക്യൂസ്ഡ് ഓഫ് പാൻ സെക്ഷുവലിസം എന്ന് എഴുതിയാൽ മതി. അതുപോലെ സൈക്കോ അനാലിസിസിൽ തന്നെ ഒരുപാട് ഡിബേറ്റുകൾ ഇദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ബേസിൽ വന്നിട്ടുണ്ട്. ഫ്രോയിഡും യങ്ങും തമ്മിൽ, കാൾ യുങ്ങും തമ്മിൽ ഒരുപാട് ഡിബേറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആരാണ്? കാൾ യുങ്ങിൻ്റെ വ്യൂസ്, സെക്ഷുവാലിറ്റിയുടെ ബേസിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യൂസ് ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. അദ്ദേഹം ലിബിഡോയെ ഡീസെക്ഷുവലൈസ് ചെയ്യുകയാണ് ചെയ്തത്. ലിബിഡോ എന്ന് പറയുന്നത് ഒരു സൈക്കിക് എനർജി. ലിബിഡോ സെക്ഷുവൽ ഡ്രൈവിനെയാണ് ലിബിഡോ എന്ന് പറയാ. അപ്പൊ അദ്ദേഹം ചെയ്തത് ലിബിഡോയെ ഡീസെക്ഷുവലൈസ് ചെയ്യാണ് ചെയ്തത്. ലിബിഡോ എന്ന് പറയുന്നത് ഒരു സൈക്കിക് എനർജിയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ ലൈഫിലുള്ള എനർജിയുടെ ഒരു എക്സ്പ്രഷൻ മാത്രമാണ് സെക്സ് എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ. എന്നുവെച്ചാൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ലിബിഡോയെ നോൺ സെക്ഷുവലൈസ് ചെയ്യാം, ഡീസെക്ഷുവലൈസ് ചെയ്യാം, നമുക്കത് മറ്റുള്ള ആക്ടിവിറ്റീസിലേക്ക് ചാനലൈസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആണ് അദ്ദേഹം കൊടുക്കുന്നത്. ദെൻ അദ്ദേഹം പറയുന്നത് നമ്മുടെ കൾച്ചറിനെ സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അല്ല എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, അങ്ങനെ മാത്രമല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. അതുപോലെ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്പിരിച്വൽ ലൈഫിനെയും ഫ്ലഷും സ്പിരിറ്റും തമ്മിലുള്ള ഒരു ബാലൻസിനെയാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ അദ്ദേഹം പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, നോട്ട് ചിൽഡ്രൻ ഓഫ് ഫ്ലഷ് ബട്ട് ഓഫ് സ്പിരിറ്റ് നോ ഫ്രീഡം എന്നുള്ളൊരു സെൻറ്റൻസ് പറയുന്നുണ്ട്. ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു വ്യക്തി 2 ബർത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. 2 വട്ടം ഒരു വ്യക്തി ജനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ബർത്ത് ഫ്ലഷ് ആയിട്ട് എന്ന് വെച്ചാൽ തൻ്റെ ഇൻസ്റ്റിങ്ക്റ്റും ഇതിലൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ജീവിതം. ദെൻ സെക്കൻഡ് ബർത്ത് എന്ന് പറയുന്നത് സ്പിരിച്വൽ ആണ്, എന്ന് വെച്ചാൽ റീബർത്ത്, നമ്മുടെ സോളിനെ മനസ്സിലാക്കി ജീവിക്കുക. എന്ന് വെച്ചാൽ ആ ഒരു സെക്കൻഡ് ബർത്തിൽ നമുക്ക് സമൂഹത്തിൽ എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ചൊരു പൂർണ്ണമായ ബോധം ഉണ്ടാവും. ദെൻ സ്പിരിച്വലായ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ടോട്ടലി, ഇപ്പോൾ ഫ്രോയിഡ് എന്താ ചെയ്ത് ഒരു വ്യക്തിയുടെ എല്ലാ ആക്ടിവിറ്റിയിലും ഹ്യൂമൻ ആക്ടിവിറ്റിയിലെല്ലാം സെക്സ് സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ് നമുക്ക് കാണാം എന്നുള്ളതാണ് ഫ്രോയിഡ് പറയുന്നതെങ്കിൽ കാൾ യുങ് പറയുന്നത് അങ്ങനെയല്ല. വ്യക്തി 2 വട്ടം ജനിക്കുന്നുണ്ട്. ആദ്യത്തെ ബർത്ത് ഫ്ലഷ് ബോഡി അതിൻ്റെയാണ്, എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റിങ്ക്ച്വൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ഗവേൺ ചെയ്യും ആ സമയത്ത്. ബട്ട് സെക്കൻഡ് ബർത്ത് എന്ന് പറയുന്നത് സ്പിരിച്വൽ ആണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോർട്രേ ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹം അങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, നോട്ട് പോർട്രേയിങ്, he is describing like that. Okay, next important person വിൽഹലം റൈച്ച്. അദ്ദേഹം ഒരു റിവിഷനിസ്റ്റ് ആണ്. റിവിഷനിസ്റ്റ് ആരാ? റിവിഷനിസ്റ്റ് എന്ന് പറയുന്നത് അതുവരെ ആക്സെപ്റ്റ് ചെയ്ത തിയറീസ്, അതുപോലെ തന്നെ അതുവരെ നമ്മൾ ഫോളോ ചെയ്ത സ്റ്റോറി, ഹിസ്റ്ററി, അതിനെയെല്ലാം ഒന്ന് റീ എക്സാമിൻ ചെയ്യുന്ന വ്യക്തിയെയാണ് റിവിഷനിസ്റ്റ് എന്ന് പറയുക. അപ്പോൾ വിൽഹലം റൈച്ച് അതുവരെ നമ്മൾ ഫോളോ ചെയ്ത ഈ സെക്ഷൽ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫോളോ ചെയ്ത പല തിയറീസിനെയും റീ എക്സാമിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം ഫ്രോയിഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്രോയിഡ് പറയുന്നത് സിവിലൈസേഷൻ റിക്വയേഴ്സ് സെക്ഷൽ റിപ്രഷൻ ടു ഫങ്ഷൻ. ഓക്കെ, ഫ്രോയിഡ് പറഞ്ഞൊരു കാര്യമാണ്
സിവിലൈസേഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ സെക്ഷലി ഉള്ള കാര്യങ്ങൾ റിപ്രസ് ചെയ്യണം എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. അപ്പൊ ഇതിനെ റിജക്റ്റ് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത് ഈ റിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ഡിസീസ് ആണെന്നാണ് ആരുടെ ഒപ്പീനിയൻ? വിൽഹലം റേച്ചിന്റെ ഒപ്പീനിയൻ. ഓക്കെ, അപ്പൊ ആദ്യം ആരാണ്? ഫ്രോയിഡ് പറഞ്ഞു. നമ്മൾ ഫ്രോയിഡിനെ പഠിക്കുമ്പോൾ സൈക്കോ അനലിറ്റിക് തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു വ്യക്തി റിപ്രസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സെക്ഷൽ റിപ്രഷൻ നമ്മൾ പല രീതിയിൽ പുറത്തേക്ക് കാണിക്കും, ആങ്കർ ആയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ബ്ലെയിം ചെയ്തിട്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ഫ്രോയിഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് സിവിലൈസേഷൻ അത്യാവശ്യമാണെന്നുള്ള രീതിയിലാണ് ഫ്രോയിഡ് പറയുന്നതെങ്കിൽ നമ്മുടെ വിൽഹലം റേച്ച് പറയുന്നത് അതൊരു ഡിസീസാണ്. ഈ റിപ്രഷൻ ഒരു ഡിസീസ് ആണെന്നാണ് ആരുടെ ഒപ്പീനിയൻ? വിൽഹലം റേച്ചിന്റെ ഒപ്പീനിയൻ. ദെൻ ഇദ്ദേഹം ടോട്ടൽ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷനെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുപോലെ അദ്ദേഹം പറയുന്നത് റിപ്രഷൻ കോസസ് പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ്, ഫാസിസം ആൻഡ് കൾച്ചറൽ ഡീകെ എന്നാണ് അദ്ദേഹം പറയുന്നത്. റിപ്രഷൻ എന്തിനൊക്കെ കാരണമാകും? പൊളിറ്റിക്കൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾക്ക് കാരണമാകും, ഫാസിസത്തിന് കാരണമാവും, കൾച്ചറൽ ഡീകെക്ക് കാരണമാകും. ഓക്കെ, അപ്പൊ ടോട്ടൽ സെക്ഷൽ ഫ്രീഡത്തിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. ദെൻ എന്താണ് അദ്ദേഹം ബിലീവ് ചെയ്തത്? റിപ്രഷൻ എന്തിന് കാരണമാകും? പൊളിറ്റിക്കലായ കോൺഫ്ലിക്റ്റുകൾക്ക് കാരണമാകും, ഫാസിസത്തിന് കാരണമാകും, കൾച്ചറൽ ഡീകേക്ക് കാരണമാകും. ദെൻ അദ്ദേഹം വിചാരിക്കുന്നത് മാരേജ് എന്ന് പറയുന്നത് ഒരു ഇൻപ്രിസൺമെന്റ് ആണെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. സെക്സ് എന്ന് പറയുന്നത് ഒരു ന്യൂ റിലീജിയൻ ആണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ഇതൊരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ആവും, അല്ലെങ്കിൽ ഇതൊരു ഫാസിസം ആവും, കൾച്ചറൽ ഡീകെ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് പറയാണ് എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ മുന്നോട്ട് വെക്കുന്നതാണ്. എന്താണ്, ഇങ്ങനെ സെക്ഷലി ഉള്ള കാര്യങ്ങൾ റിപ്രസ് ചെയ്താൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ സെക്ഷൽ ഷെയിം എല്ലാം കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ, സമൂഹത്തിൽ നമ്മൾ സെക്ഷലി ഉള്ള കാര്യങ്ങൾ പറയാതെ റിപ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രോബ്ലങ്ങളിൽ ഒന്നാണ് മെൻ്റൽ ഇൽനെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഫോബിയ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ഫോബിയോ എന്ന് പറഞ്ഞ മൂവിയിൽ നിങ്ങൾക്ക് രാധിക ആപ്റ്റെയാണ് നടി. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെൺകുട്ടിയെ സെക്ഷലി അസോൾട്ട് ചെയ്യുകയാണ്. സെക്ഷലി അസോൾട്ട് ചെയ്തതിന് ശേഷം അവരെല്ലാം ഓപ്പൺ സ്പേസിലേക്ക് കടക്കുമ്പോഴും അവർക്ക് പേടിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു മൂവി എന്താണ് പറയുന്നത്? ആ ഒരു ടാബു ആണ്. എന്ന് വെച്ചാൽ സെക്ഷലി ഉള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല, സെക്ഷലി ഉള്ള കാര്യങ്ങൾ എന്താണ് എക്സ്പ്ലിസിറ്റ് ആയി പറയുന്നത് തെറ്റാണ്. ഇങ്ങനെ ചെറുപ്പം തൊട്ട് ഒരു കുട്ടിയുടെ മേലിൽ അടിച്ചേൽപ്പിച്ച അതിൻ്റെ പ്രശ്നമാണ് നിങ്ങൾക്ക് പിന്നീട് ആ കുട്ടി സെക്ഷലി അസോൾട്ട് ആയപ്പോൾ പിന്നീട് പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയും അതുപോലെ സമൂഹത്തെ കാണുമ്പോൾ ഉള്ള ഭയവും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വാട്ട് വി നീഡ് ടു ഡു, നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം, നമ്മുടെ വീട്ടിൽ സംസാരിക്കണം, കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കണം, സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇത് അവരുടെ തെറ്റല്ല എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ സൊസൈറ്റിയെ ഫേസ് ചെയ്യാനും അവരെ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് സെക്ഷൽ ഷെയിം ഉണ്ടായാലുള്ളൊരു അവസ്ഥ, അതാണ് നിങ്ങൾക്ക് സൈക്കോ എന്ന് പറഞ്ഞ ഈ ഒരു മൂവി, അതിഥി റാവു ഹൈദാരിയുടെ ഈ ഒരു മൂവിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. എന്താണ് അവിടെ ആ സെക്ഷലി ഷെയിം ചെയ്ത കുട്ടിയാണ് പിന്നീട് എന്തായി മാറുന്നത്? ഒരു സൈക്കോ ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിലെ ആ കുട്ടി മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ അവളുടെ ആ കുട്ടി താമസിച്ചിരുന്ന ഓർഫനേജിലെ സിസ്റ്റേഴ്സ് കാണുന്നു, ദെൻ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിലാണ് ആ കുട്ടി പിന്നീട് ഒരു സൈക്കോ ആയിട്ട് മാറുന്നത്. സോ ദാറ്റ്സ് വാട്ട് വി ക്യാൻ സീ ഇൻ ദ മൂവി സൈക്കോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക റിപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു സപ്രഷൻ, ഇതാണ് എന്തിന് കാരണമാകുന്നത്? വ്യക്തികളുടെ പ്രോബ്ലങ്ങൾക്ക് കാരണമാവുന്നത്. പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ്, ഫാസിസം, കൾച്ചറൽ ഡീകെ ഒക്കെ ഉണ്ടാകുന്നു, മെൻ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷൽ റിപ്രഷൻ എന്തിന് കാരണമാകും? പീപ്പിൾ ബിക്കം അഫ്രൈഡ് ടു എക്സ്പ്രസ് ദയർ ഓൺ ബോഡി, അല്ലേ? അപ്പോൾ ഈ ഒരു സെക്ഷൽ റിപ്രഷൻ എന്തിനാണ് കൊണ്ടുവന്നിട്ടുണ്ടാവുക? ഡെഫിനറ്റ്ലി ഡിക്റ്റേറ്റേഴ്സിനെ, സാധാരണ ജനങ്ങളെ അവരുടെ ബോഡി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ആക്കണം, എന്നിട്ട് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആരാണ്? വിൽഹം റേച്ച് എന്ന് പറയുന്ന വ്യക്തി. നെക്സ്റ്റ് പേഴ്സൺ എറിക് ഫ്രോം, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ അദ്ദേഹം ഈ ഒരു മെക്കാനിക്കൽ വ്യൂ ഓഫ് സെക്സിനെ ക്രിറ്റിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ലവിനെ ആർട്ടായിട്ടും നമ്മളെ സ്വയം സമർപ്പിക്കുന്ന ഒന്നായിട്ടാണ് അദ്ദേഹം പ്രണയത്തെ വിശ്വസിക്കുന്നത്. അദ്ദേഹം സെക്ഷൽ ഡിസയറിനെയും ജെന്യുവിൻ ലവിനെയും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലവിലാണെങ്കിൽ ടെൻഡർനെസ്സും കെയറും ഉണ്ടാവും, സെക്സ് എന്ന് പറയുന്നത് അതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മേ ബി ആ ഒരു
അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കാര്യവും വളരെ റീസെൻ്റ് ആയിട്ടാണ് ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ലവും സെക്സും ഒന്നല്ല. ഇന്നത്തെ കുട്ടികളോട് അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. പ്രണയവും സെക്സും ഒന്നല്ല. ഇഫ് യു ഹാഡ് സെക്സ് വിത്ത് എ പേഴ്സൺ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് പേഴ്സൺ ഈസ് ഇൻ ലവ് വിത്ത് യു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ദെൻ ഈവൻ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് വരുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയും നോ മീൻസ് നോ. whenever you don't want to do that you can say no. പക്ഷേ ഈ നോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയും നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്? ഈ സെക്സിനെയും ലവിനെയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ പാർട്ട്ണർക്ക് വിഷമമാവുമോ, അതുപോലെ പാർട്ട്ണർക്ക് തോന്നുകയാണ് എന്നെ അവൾ പ്രണയിക്കുന്നില്ല, ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നോ മീൻസ് നോ. എന്താണ്, സെക്സും ലവും ഡിഫറെൻ്റ് ആണ്. ലവ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സെക്സ്. അപ്പോൾ സെക്സിനെ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രണയമില്ല എന്നല്ല അർത്ഥം. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഐ ഹാഡ് ആൻ എക്സ്പീരിയൻസ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള ഒരു ഡിസ്കഷനിൽ വന്നതാണ്. വൺ ബോയ്, ഒരു പയ്യൻ എന്താണ് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് പറയാണ് യു ഷുഡ് പ്രൂവ് ബൈ ഡൂയിങ് സെക്സ് വിത്ത് ഹിം. ഓക്കെ, ഇഷ്ടം പ്രൂവ് ചെയ്യേണ്ടത് സെക്സിലൂടെയാണ് എന്ന് പറയുന്നുണ്ട്. സോ ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ്. അങ്ങനെയുള്ള ആൺപിള്ളേരുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പെൺപിള്ളേരും ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം ഡു ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലവും സെക്സും ഒന്നല്ല. ലവ് എന്ന് പറയുന്നത് വ്യത്യാസമുള്ള ഒന്നാണ്. ലവിനെയും സെക്സിനെയും സെപ്പറേറ്റ് ചെയ്ത് തന്നെ കാണുക. അപ്പോൾ അതാണ് എറിക് ഫ്രോം, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അതാണ്. അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഈ മെക്കാനിക്കൽ വ്യൂ ഓഫ് ലവ് സെക്സിനെയാണ്. എന്നിട്ട് അദ്ദേഹം ലവിനെ ഒരു ആർട്ടായിട്ടും നമ്മൾ സ്വയം നമ്മളെ സമർപ്പിക്കുന്ന ഒന്നായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ലിറ്റററി ഇംപ്ലിക്കേഷൻസ് ഓഫ് സൈക്കോ അനാലിസിസ്. ഓക്കെ, ലിറ്റററി ഇംപ്ലിക്കേഷൻസ് ഓഫ് സൈക്കോ അനാലിസിസ്. ഈ ഒരു സൈക്കോ അനാലിസിസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കാണാം എന്ന് നോക്കാം. ഫ്രോയിഡ് റൈറ്റേഴ്സിനെ പഠിപ്പിച്ച ഒരു കാര്യമാണ് എന്താണ്, ടാബു ആയ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യുക, അതുപോലെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് യൂസ് ചെയ്യുക, ഇൻറ്റീരിയർ മോണോലോഗ് യൂസ് ചെയ്യുക. ഇതൊക്കെ ഫ്രോയിഡിലൂടെയാണ് റൈറ്റേഴ്സിനെ കിട്ടുന്നത്. ഇനി ഒരുപാട് നെറേറ്റീവ് ഇന്നോവേഷൻസ് ഈ സൈക്കോ അനാലിറ്റിക് തിയറി വന്നതോടുകൂടി ലിറ്ററേച്ചറിലും വന്നിട്ടുണ്ട്. ഒന്ന് നോൺ ലീനിയർ ടൈം, അതുപോലെ ഡ്രീം ഇമാജറി യൂസ് ചെയ്യുന്നത്. പിന്നെ നാച്ചുറലായ എല്ലാ കാര്യങ്ങളും നോർമലായി മോറലായി മാറി. ഓക്കെ, ഈ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, വളരെ നാച്ചുറൽ ആയിട്ടൊരു വ്യക്തിക്ക് തോന്നുന്നതാണ്. അത് പിന്നീട് നോർമലായി മോറലായി മാറി. അത് നിങ്ങൾക്ക് ലിറ്ററേച്ചറിൽ കാണാൻ സാധിക്കും. ദെൻ സെക്ഷൽ അബ്നോർമാലിറ്റികളെല്ലാം ടോളറൻസിലൂടെ ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഹോമോസെക്ഷൽ റിലേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, സെയിം സെക്സ് ലവ്, അതുപോലെ തന്നെ ബൈസെക്ഷൽ റിലേഷൻഷിപ്പ്, ഇതെല്ലാം നമ്മൾ ഇന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ സൈക്കോ അനാലിസിസിലൂടെ പല സ്റ്റഡീസ് വന്നതിന് ശേഷവും അതുപോലെ ലിറ്ററേച്ചറിലൂടെ ഈ കാര്യങ്ങളെല്ലാം പോർട്രേ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. സോ അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് അത്രേ ഫോക്കസ് ചെയ്യാനുള്ളൂ. നെക്സ്റ്റ് വരുന്നത് വില്യം ഡീൻ ഹവെൽസിൻ്റെ വർക്കാണ്, കോൺട്രിബ്യൂഷൻ ആണ്. വില്യം ഡീൻ ഹവെൽസ് എന്ന് പറയുന്നത് ഒരു മോറൽ റിയലിസ്റ്റ് ആണ്. ആക്ച്വലി ആള് ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആണ്. അദ്ദേഹം എന്താണോ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നത് അത് മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ. ഓക്കെ, ഹി സപ്പോർട്ടഡ് ഡീസൻസി ആൻഡ് പ്രൊപ്രൈറ്റി. പ്രൊപ്രൈറ്റിയുടെ മീനിങ് എന്താ? ഡൂയിങ് വാട്ട് ഈസ് സോഷ്യലി ആക്സെപ്റ്റഡ്. സോഷ്യലി ആക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അമേരിക്കൻ സൊസൈറ്റി എന്ന് പറയുന്നത് മോറലി നല്ലൊരു സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ഷുവൽ തീംസ്, സെൻസേഷണൽ സെക്ഷുവൽ തീംസ് റിജക്റ്റ് ചെയ്യാണ് അദ്ദേഹം ചെയ്തത്. ദെൻ അദ്ദേഹം ആർട്ടിസ്റ്റിക് ഫ്രീഡത്തിലും ഒരുപാട് റീസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അദ്ദേഹമാണ് അറ്റ്ലാന്റിക് മന്ത്ലി എന്ന് പറഞ്ഞ മാഗസിൻ എഡിറ്റ് ചെയ്തത്. അപ്പോൾ ആ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഓതേഴ്സിനോട് പറയുമായിരുന്നു ഇങ്ങനത്തെ തീംസ് എഴുതാൻ പാടില്ല. അങ്ങനെയുള്ള റീസ്ട്രിക്ഷൻസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ അദ്ദേഹം മാർക്ക് ട്വെയിന് അഡ്വൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സെക്ഷലി ഉള്ള റെഫറൻസുകൾ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് മാർക്ക് ട്വെയിനെ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേഴ്സൺ തിയോഡർ ഡ്രൈസർ. അപ്പോൾ വില്യം ഡി ഹവെൽസ് എന്താണ്, ഇതിനൊക്കെ കംപ്ലീറ്റ് അഗെയിൻസ്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് പേഴ്സൺ ഈസ് തിയോഡർ ഡ്രൈസർ. ഒരു നാച്ചുറലിസ്റ്റ് ആണ്. നാച്ചുറലിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നാച്ചുറലി ഉള്ള എല്ലാ കാര്യങ്ങളും പോർട്രേ ചെയ്യും. സോ ഡെഫിനറ്റ്ലി അദ്ദേഹം എന്താണ്, സെക്ഷുവാലിറ്റിയെ അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള കണ്ടന്റ് എക്സ്പ്ലിസിറ്റ് ആയി എഴുതുന്നതിൽ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം മനുഷ്യനെ ഒരു ബയോളജിക്കൽ ബീയിങ് ആയിട്ടും നമ്മുടെ ഇൻസ്റ്റിങ്സിന്റെ വിക്റ്റിം ആയിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. നമുക്കറിയാം നാച്ചുറലിസം എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറലിസത്തിലൂടെ എന്താ വിശ്വസിക്കുന്നത്, ഒരു മനുഷ്യനെ തൻ്റെ ചുറ്റുമുള്ള
ആ ഒരു മനുഷ്യനെ കമ്പൽ ചെയ്യുന്ന സാധനങ്ങളെല്ലാം അദ്ദേഹത്തെ വഴിതെറ്റിച്ച് അദ്ദേഹത്തിന്റെ ഫെയ്റ്റിനെ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് നാച്ചുറലിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് വിക്ടിം ഓഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് ഹ്യൂമൻ ബീയിങ്ങിനെ അദ്ദേഹം കാണുന്നത്. അദ്ദേഹം മോറൽ റെസ്പോൺസിബിലിറ്റിയും ഫ്രീ വില്ലും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഡൊമിനൻ്റ് ആയ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് സെക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി സൊസൈറ്റിയാണ് മനുഷ്യനെ മോണോഗമി എന്ന് പറഞ്ഞ കാര്യം ഫോഴ്സ് ചെയ്ത് അടിച്ചേൽപ്പിക്കുന്നത്. അത് നേച്ചറിന് അഗെയിൻസ്റ്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് പോളിഗമസ് ആണ്. ഈ ലോയും കോർട്ടും പോലീസും ചർച്ചും അതുപോലെ പബ്ലിക് ഒപ്പീനിയനും ഒക്കെയാണ് മനുഷ്യനെ എന്താണ് മോണോഗമി ഫോളോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ അദ്ദേഹം സെക്ഷലി റിപ്രസ്ഡ് ആയ ഒരുപാട് ഇൻഡിവിജ്വൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും വിശ്വസിക്കുന്നത് സപ്രഷൻ കോസ് ഫ്രസ്ട്രേറ്റഡ് പീപ്പിൾ, ഐ മീൻ സപ്രഷൻ ജനറേറ്റ് ഫ്രസ്ട്രേറ്റഡ് പീപ്പിൾ ആൻഡ് മാൽ അഡ്ജസ്റ്റഡ് പീപ്പിൾ, അതുപോലെ ന്യൂറോട്ടിക് ആയ ജനങ്ങളെ ജനറേറ്റ് ചെയ്യും ഈ സപ്രഷൻ എന്നാണ് ഇവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രസ്ട്രേറ്റഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും അവരുടെ ആഗ്രഹം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ അവർ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, സൈക്കോസായി മാറുന്നു. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബോക്സിൽ ഫിറ്റ് ചെയ്യാതെ ജീവിക്കുന്ന കുറേ ജനങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ മെൻ്റൽ സഫറിങ് ഉള്ള ആളുകളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സപ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് തിയോഡർ ഡ്രൈസറിൻ്റെ ഒപ്പീനിയൻ. ഇത് തന്നെയാണ് ആരുടെ ഒപ്പീനിയൻ? വിൽഹെം റെയ്ച്ചിൻ്റെയും ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും ഏകദേശം സെയിം ആണെന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കാം. So that's all about Theodor Dreiser. Next person is Sherwood Anderson. Next person is Sherwood Anderson. Oh, just a moment, guys. Oh, I forgot. I changed to so fast. Okay. So നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? തിയോഡർ ഡ്രൈസറിനെയാണ് ഡിസ്കസ് ചെയ്തത്. ഇദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ് റൈറ്റർ ആണ്. ഇദ്ദേഹം പറയുന്നത് മനുഷ്യനെ റൂൾ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണെന്നും സെക്സ് ആണ് അതിൽ ഡൊമിനന്റ് ഫോഴ്സുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സൊസൈറ്റി നാച്ചുറൽ ഡിസയേഴ്സിനെ റിപ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് അമേരിക്കയുടെ ലവ് എത്തിക്സിനെ ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഷെർവുഡ് ആൻഡേഴ്സൺ. പ്യൂരിറ്റൻ മൊറാലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയൊരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ സെക്ഷൽ ഫ്രീഡത്തിന്റെ പ്രൊഫറ്റ് ആയിട്ടാണ് ഇദ്ദേഹത്തെ കണക്കാക്കുന്നത്. പ്രൊഫറ്റ് ഓഫ് സെക്ഷൽ ഫ്രീഡം എന്നാണ് പറയുന്നത്. പ്യൂരിറ്റൻ മൊറാലിറ്റിയെ മൊത്തത്തിൽ റിജക്റ്റ് ചെയ്ത വ്യക്തിയാണ് ഷെർവുഡ് ആൻഡേഴ്സൺ. അദ്ദേഹം ഇറോട്ടിക് ഫാൻറ്റസീസ് അതുപോലെ സപ്രസ്ഡ് ഡിസയേഴ്സ് ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ എക്സ്പ്ലോർ ചെയ്തിരുന്നത്. അദ്ദേഹം നോർമൽ എബ്നോർമൽ എന്നതിൻ്റെ തിൻ ലൈൻ, ചെറിയൊരു ലൈനായിട്ടാണ് അതിൻ്റെ സെപ്പറേഷൻ അദ്ദേഹം കാണിച്ചിരുന്നത്. സെക്ഷൽ റിപ്രഷൻ അദ്ദേഹവും പറയുന്നത് സെക്ഷൽ ആയിട്ടുള്ള റിപ്രഷൻ ന്യൂറോസിസിന് കാരണമാകും. ന്യൂറോസിസ് എന്ന് പറയുന്നത് ക്രോണിക്കായ ഇമോഷണൽ ഡിസ്ട്രെസ്സിനെയാണ് ന്യൂറോസിസ് എന്ന് പറയുന്നത്. അതൊരു സ്റ്റേറ്റ് ആണ്, ക്രോണിക് സ്റ്റേറ്റ് ഓഫ് ഇമോഷണൽ ഡിസ്ട്രെസ് ആണ് ന്യൂറോസിസ്. അതിന് കാരണമാവും സെക്ഷൽ റിപ്രഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് വൈൻസ്ബർഗ്, ഒഹിയോ, മെനി മാരേജസ് ആണ്. അപ്പോൾ യു ഗൈസ് നീഡ് ടു സ്റ്റഡി ദാറ്റ്. നെക്സ്റ്റ് ഫിസ്ഗറാൾഡ് ആൻഡ് ദ ജാസ് ഏജ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഫിസ്ഗറാൾഡ് ആൻഡ് ദ ജാസ് ഏജ്. എഫ് സ്കോട്ട് ഫിസ്ഗറാൾഡ് ആൻഡ് ജാസ് ഏജ്. ഓ, ജസ്റ്റ് എ മൊമെന്റ്. ഓക്കെ, ഫിസ്ഗറാൾഡ് ആൻഡ് ദ ജാസ് ഏജ്. ജാസ് ഏജ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീഡത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഏജ് ആണെന്ന് നമുക്കറിയാം. എന്താണ്? ഒരുപാട് റെവല്യൂഷണറി റൈറ്റേഴ്സ് വന്നൊരു കാലഘട്ടമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ജാസ് ഏജ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് വിറ്റ്നസ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, യൂത്ത് റിബല്യൻ, യങ് ആയ ആളുകൾ റിബല്യസ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഫെമിനിസം നിങ്ങൾക്ക് കാണാം, ഫെമിനിസ്റ്റുകളെ കാണാം. സൈക്കോ അനാലിസിസ് തിയറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫിസ്ഗറാൾഡ് എന്ന് പറയുന്നത് ഒരു ലിബർട്ടേറിയൻ ആണ്, പക്ഷേ മോറലി ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉള്ള വ്യക്തിയായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം ഫ്രീഡത്തെ വിശ്വസിക്കുന്നുണ്ട്, അതേസമയം എന്ന് വെച്ചാൽ 2 വഞ്ചിയിലും കാലിടുക എന്ന് പറയില്ലേ, അങ്ങനെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഫിസ്ഗറാൾഡ്. കാരണം കാത്തലിക് ആയ ഒരുപാട് ബിലീഫിൽ ഇൻഫ്ലുവൻസ്ഡ് ആയ വ്യക്തിയാണ് ഫിസ്ഗറാൾഡ് എന്ന് പറഞ്ഞ വ്യക്തി. ദെൻ അദ്ദേഹം സെക്ഷുവാലിറ്റിയെ ബ്യൂട്ടിയുമായിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു പോർട്രേയിങ് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും സെക്ഷുവൽ തീംസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷുവൽ ഫീലിങ്സ് എല്ലാം ഒരു ബ്യൂട്ടിയിലൂടെ, ഒരു ആസ്തറ്റിക് ക്വാളിറ്റിയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വർക്കിൽ കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളൊരു വ്യക്തിയാണ്
ആൻഡ്രൂ ട്രംബിൾ, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. സോ അദ്ദേഹമാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ സെക്ഷുവാലിറ്റി ലിങ്ക്ഡ് വിത്ത് ബ്യൂട്ടി എന്നുള്ള രീതിയിലൊക്കെ എന്ന് വെച്ചാൽ അദ്ദേഹം എഴുതുന്നതിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ആൻഡ്രൂ ടംബിൾ ആണ്. സ്പെല്ലിംഗ് പറഞ്ഞു തരാം. ANDREW ദെൻ TUMBULL. ഓക്കെ, അപ്പോൾ ഇദ്ദേഹമാണ് ഫിസ്കറാൾഡിൻ്റെ ബയോഗ്രഫി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ സെക്ഷുവാലിറ്റി എക്സ്പ്രസ് ചെയ്തിരുന്നത് ബ്യൂട്ടിയോട് കൂടിയാണ്, ഒരു ആസ്തെറ്റിക് ക്വാളിറ്റി കൊടുത്തിട്ടാണ്. അതുപോലെ തന്നെ സെക്ഷലി ഉള്ള കാര്യങ്ങൾ എന്താണ് സമൂഹം എങ്ങനെയാണോ അക്സെപ്റ്റ് ചെയ്യുന്നത് ആ രീതിയിലാണ് കൊടുത്തിരുന്നത്. പക്ഷേ ആ തീംസ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് പേഴ്സൺ ഈസ് യുജീൻ ഒനീൽ. യുജീൻ ഒനീൽ സൈക്കോ അനാലിസിസിൽ ഇൻഫ്ലുവൻസ്ഡ് ആയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം മിക്സ്റ്റിക്കലായിട്ടും ട്രാൻസ്ഡെൻഡൽ ഡൈമെൻഷൻ എന്തിനുണ്ട്, ലവിനുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. യൂണിവേഴ്സ് തന്നെ എമോറൽ ആണെന്നാണ് അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത്. അപ്പോൾ ലവ് മനുഷ്യനൊരു ടെമ്പററി മീനിങ് കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ജീവിതത്തിൽ പ്രണയം മാത്രമല്ല ഉള്ളത്, ലവ് മാത്രമല്ല ഉള്ളത്. ആ ഒരു ഇലൂഷനെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ റിയൽ ആയ ലൈഫാണ് അദ്ദേഹം പോർട്രേ ചെയ്തിരുന്നത്. ഇഫ് പോസിബിൾ റീഡ് ഹിസ് പ്ലേസ്. എംബറർ ജോൺസ് എന്ന് പറഞ്ഞ പ്ലേ ഒക്കെ ഒന്ന് വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എംബറർ ജോൺസിലൊക്കെ നിങ്ങൾക്ക് കാണാം ആ ഒരു റിയൽ ലൈഫിനെയാണ് പോർട്രേ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലവിന് അത്ര അധികം പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ വർക്കിൽ കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് പേഴ്സൺ ഏണസ്റ്റ് ഹെമിംഗ്വേ. നെക്സ്റ്റ് പേഴ്സൺ ആണ് ഏണസ്റ്റ് ഹെമിംഗ്വേ. ഏണസ്റ്റ് ഹെമിംഗ്വേ ഒരു നാച്ചുറൽ മാൻ ആണ്. എന്ന് വെച്ചാൽ നാച്ചുറൽ മാനിനെയാണ് അദ്ദേഹം പോർട്രേ ചെയ്തിരുന്നത്. നേച്ചർ സേക്രഡ് ആണെന്നും അതുപോലെ തന്നെ പക്ഷെ മോറൽ ആണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. സെക്ഷൽ ഫുൾഫിൽമെന്റ് എസെൻഷ്യൽ ആണെന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. സ്പിരിച്വലൈസ്ഡ് പാഷനെ റിജക്റ്റ് ചെയ്ത വ്യക്തിയാണ് ആര്? ഏണസ്റ്റ് ഹെമിംഗ്വേ. റൊമാൻറ്റിക് നേച്ചുറലിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തിയാണ്. ദെൻ ഇൻസ്റ്റിങ്ച്വൽ ഹാപ്പിനെസ്സിന് പ്രയോറിറ്റി കൊടുത്തൊരു വ്യക്തിയാണ് ആര്? ഏണസ്റ്റ് ഹെമിംഗ്വേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്കിലെല്ലാം നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? നാച്ചുറിനെ സാക്രഡ് ആയിട്ട് കാണും, പക്ഷെ മോറൽ ആയിട്ട് നാച്ചുറലിനെ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സെക്ഷൽ ഫുൾഫിൽമെന്റ് എസെൻഷ്യൽ ആണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് കാണാം. അതുപോലെ സ്പിരിച്വലൈസ്ഡ് പാഷൻ റിജക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. റൊമാൻറ്റിക് നാച്ചുറലിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുപോലെ ഇൻസ്റ്റിങ്ച്വൽ ഹാപ്പിനെസ്സിനെയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് പേഴ്സൺ വില്യം ഫോക്നർ. വില്യം ഫോക്നർ സെക്സിനെ മിസ്റ്റിക് ആയിട്ടോ ഒരു മോറൽ പ്രീച്ചിങ് ആയിട്ടോ ഒന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം എഴുതുന്ന ക്യാരക്ടറിനെ കുറിച്ച് അദ്ദേഹം ഒരിക്കലും ഒരു മോറൽ ജഡ്ജ്മെന്റ് നടത്തുന്നില്ല. അദ്ദേഹം ജസ്റ്റ് ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ ആ ഒരു റിയാലിറ്റിയാണ് അദ്ദേഹം പോർട്രേ ചെയ്യുള്ളൂ. അല്ലാതെ കൂടുതൽ ജഡ്ജ്മെന്റ് സെക്സ് സംഭവമാണ് എന്ന് വെച്ചാൽ അതൊരു നല്ല കാര്യമാണ് അങ്ങനെയുള്ള പ്രീച്ചിങ് ഒന്നും അദ്ദേഹം കൊണ്ടുവരുന്നില്ല. പക്ഷെ എന്നാൽ പോലും സെക്ഷൽ എപ്പിസോഡ്സ് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വർക്കിൽ കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇൻസെസ്റ്റ്, സിഡക്ഷൻ, പെർവേർഷൻ ഇങ്ങനെയുള്ള ഒരുപാട് സൊസൈറ്റിയിൽ ടാബു ആയി കണക്കാക്കുന്ന കുറേ എപ്പിസോഡുകൾ അദ്ദേഹത്തിൻ്റെ വർക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ദെൻ ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ കൂടുതലും ഫോക്കസ് വരുന്നത് ഇറാഷണൽ ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയറിനെയാണ്. ഇറാഷണലി ഉള്ള ഹ്യൂമൻ ബിഹേവിയേഴ്സ് ആണ് ഇദ്ദേഹം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഫ്രോയിഡിയൻ്റെ പല ഇൻസൈറ്റുകളും സെലക്ട് ചെയ്തിട്ടാണ് ഇദ്ദേഹം യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ എല്ലാം അങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. സെലക്റ്റീവ് ആയിട്ടാണ് ഫ്രോയിഡിയൻ ഇൻസൈറ്റുകൾ ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹി ഡസൻ പാസ് എനി മോറൽ ജഡ്ജ്മെന്റ് അബൌട്ട് ഹിസ് ഓൺ ക്യാരക്ടേഴ്സ്. ഹീസ് ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ഇറ്റ്. ആ ഒരു പേഴ്സണെ കുറിച്ച് ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാമെന്നല്ലാതെ ഒരു മോറൽ ജഡ്ജ്മെന്റ് ഒന്നും അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പേഴ്സൺ ഹെൻറി മില്ലർ. ഡെഫിനറ്റ്ലി ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്ക് ആരെ ഫോക്കസ്ഡ് ആണ്? ഹെൻറി മില്ലറിൻ്റെ ബ്ലാക്ക് സ്പ്രിംഗ് എന്ന് പറഞ്ഞ ഒരു വർക്കിൽ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ യു ഗൈസ് നീഡ് ടു സ്റ്റഡി അബൌട്ട് ഹിം, അല്ലെ? അദ്ദേഹത്തിനെ കുറിച്ച് നല്ലൊരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഹെൻറി മില്ലറിനെ പറയുന്നത് പ്രൊഫറ്റ് ഓഫ് സെക്ഷൽ റെവല്യൂഷൻ എന്നാണ്. സെക്ഷൽ റെവല്യൂഷൻ്റെ പ്രൊഫറ്റ് ആയിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലിസിറ്റ് ഡെപ്പിക്ഷൻ ഓഫ് സെക്സ് കാണാൻ സാധിക്കും. സെക്സ് എക്സ്പ്ലിസിറ്റ് ആയിട്ടാണ് അദ്ദേഹം പോർട്രേ ചെയ്തിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ വളരെ നാച്ചുറൽനെസ് അദ്ദേഹം പോർട്രേ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. വളരെ ഈസി ആയിട്ട് വളരെ നാച്ചുറലി ആണ് അദ്ദേഹം സെക്സിനെ പോർട്രേ ചെയ്യുക, ഡെപ്പിക്റ്റ് ചെയ്യുക. ദെൻ അഗ്ലിയായ കാര്യങ്ങളിലെല്ലാം ബ്യൂട്ടി കണ്ടെത്തുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വർക്കിൽ കാണാൻ സാധിക്കും. സെക്സ് എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ ആണെന്നാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ നമുക്ക് തോന്നുക സെക്സ് എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ ആണെന്നാണ് നമുക്ക് തോന്നുക. ബീറ്റ് റൈറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്.
ട്രാൻസെൻഡലിസവും നിഹിലിസവും കമ്പൈൻ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ വർക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹെൻറി മില്ലർ. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബീറ്റ് ജനറേഷനെ കുറിച്ചാണ്. ബീറ്റ് ജനറേഷനിലുള്ള റൈറ്റേഴ്സ് ബിലീവ് ചെയ്തിരുന്നത് സെക്സ് ഒരു മിസ്റ്റിക് ആയ കാര്യമാണെന്നും റിലീജിയൻ എന്ന് വെച്ചാൽ സെക്സ് ആസ് എ റിലീജിയൻ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഹെൻറി മില്ലർ സെൻ ബുദ്ധിസത്തിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയ ആളുകളാണ് ബീറ്റ് ജനറേഷനിലുള്ള ആളുകൾ. സെക്ഷൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിൽ മനുഷ്യനെ മൊത്തത്തിൽ ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒന്നാണ് സെക്ഷൽ എക്സ്പീരിയൻസ് എന്നാണ് അവരുടെ ഒരു വിശ്വാസം. ലാംഗ്വേജ് എന്ന് പറയുന്നത് എർത്തി ആയിരിക്കണം, എക്സ്പ്ലിസിറ്റ് ആയിരിക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സെക്ഷൽ ആയിട്ട് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്സും സ്പിരിച്വൽ ബ്ലിസ്സും കൂടിയിട്ട് ഈക്വലി ആണ് അവർ കാണുന്നത്. എന്ന് വെച്ചാൽ സെക്ഷൽ ഹാപ്പിനെസ് സ്പിരിച്വൽ ബ്ലിസ്സും ഒന്നാണ് എന്നുള്ളൊരു രീതിയിലാണ് അവരെ കണ്ടിരുന്നത്. നെക്സ്റ്റ് അഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോർമൻ മെയിലറിനെ കുറിച്ചിട്ടാണ്. നോർമൻ മെയിലർ എന്ന് പറയുന്നത് ഹിപ്സ്റ്റേഴ്സിന്റെ പ്രൊഫറ്റ് എന്നാണ് പറയുന്നത്. പ്രൊഫറ്റ് ഓഫ് ഹിപ്സ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ റിപ്രഷന് അഗെയിൻസ്റ്റ് ഉള്ള ഒരു റിബല്ലായിട്ടാണ് നമുക്ക് നോർമൻ മെയിലറിനെ കാണാൻ പറ്റുക. അദ്ദേഹം ലിറ്റററി സ്ട്രഗിളിൽ തന്നെ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് സെക്സ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. സെക്ഷൽ റിവോൾട്ട് അഡ്വക്കേറ്റ് ചെയ്ത വ്യക്തി അദ്ദേഹമാണ്. ഒരു മേജർ റെവല്യൂഷണറി വോയിസ് ആയിട്ടാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു വർക്ക് അല്ലെങ്കിൽ വാട്ട് വി ക്യാൻ സേ ദ വർക്ക്സ് ഫ്രം 20th century അതിലുള്ള മേജർ റൈറ്റേഴ്സ് എല്ലാം ഈ ഒരു സെക്ഷൽ കോൺസെപ്റ്റുകൾക്ക് അല്ലെങ്കിൽ സെക്സ് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തികളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അതുവരെ ഉണ്ടായിരുന്ന റൈറ്റേഴ്സിൽ നിന്ന് ഇവർ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഈ ഒരു സെക്സിനെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സെക്ഷൽ റെവല്യൂഷൻ റീഷേപ്ഡ് അമേരിക്കൻ ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. അമേരിക്കൻ ലിറ്ററേച്ചറിനെ മൊത്തത്തിൽ റീഷേപ്പ് ചെയ്ത ഒന്നാണ് സെക്ഷൽ റെവല്യൂഷൻ. അതുപോലെ ഫ്രോയിഡ് ആണ് ലിറ്റററി വിഷനെ തന്നെ ട്രാൻസ്ഫോം ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രോയിഡിന്റെ ഇൻഫ്ലുവൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഒരുപാട് റീസ്ട്രെയിൻസിൽ നിന്ന് റിവീലേഷനിലേക്ക് ലിറ്ററേച്ചർ മൂവ് ചെയ്തത് ഈ ഒരു 20th centuryയിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ പോർട്രേ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ പോർട്രേ ചെയ്യുന്നത് സമൂഹത്തിന് ആക്സെപ്റ്റബിൾ അല്ല എന്നൊക്കെ പറയുന്നതിൽ നിന്ന് ഒരു വലിയ ഫ്രീഡം കിട്ടിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെക്സിനെ ബയോളജിക്കലായും സൈക്കോളജിക്കലായും സ്പിരിച്വൽ ഫോഴ്സ് ആയിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിലെ റൈറ്റേഴ്സ് കണ്ടതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ ആളുകളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്, ഇന്റീരിയർ മോണോലോഗ്, സറിയലിസം, അപ്പോതിയോസിസ് ഓഫ് സെക്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. ഓക്കെ, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്താണ്? നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള നമ്മുടെ മൈൻഡിലൂടെ ഉള്ളൊരു യാത്ര, ആ മൈൻഡിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ ക്യാപ്ചർ ചെയ്യുന്ന ടെക്നിക്കാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്. ഇന്റീരിയർ മോണോലോഗ് എന്താ ക്യാരക്ടേഴ്സ് ടോക്കിംഗ് ടു ദംസെൽഫ് അല്ലേ, സ്വയം സംസാരിക്കുന്ന ആ ഒരു കാര്യത്തെ പോർട്രേ ചെയ്യുന്നതാണ് ഇന്റേണൽ മോണോലോഗ് എന്ന് പറയുന്നത്. ദെൻ അപ്പോതിയോസിസ് ഓഫ് സെക്സും സറിയലിസും ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ 4 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വന്നിട്ടുള്ള റൈറ്റേഴ്സിനെ ഒന്നും കൂടി പറഞ്ഞിട്ട് പോവാം. ഫസ്റ്റ് പേഴ്സൺ ആരാണ്? വില്യം ഡീൻ ഹവൽസ്. അദ്ദേഹം ഇതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. ദെൻ തിയോഡർ ഡ്രൈസർ, ഷെർവുഡ് ആൻഡേഴ്സൺ, എഫ്സ്കോട്ട് ഫിസ്കറാൾഡ് ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എഫ്സ്കോട്ട് ഫിസ്കറാൾഡ് എങ്ങനെയായിരുന്നു? എഫ്സ്കോട്ട് ഫിസ്കറാൾഡ് കുറച്ച് കാത്തലിക് ആയ ഐഡിയോളജി ഒക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയ വ്യക്തിയാണ്. അതുകൊണ്ട് മൊത്തത്തിൽ പോർട്രേ ചെയ്യില്ലായിരുന്നു. കുറച്ച് ലിമിറ്റ് വെച്ചിട്ടാണ് അദ്ദേഹം വർക്കുകളിൽ അത് പോർട്രേ ചെയ്തിരുന്നത്. ദെൻ യുജീൻ ഒനീൽ, ഏണസ്റ്റ് ഹെമിംഗ്വേ. യുജീൻ ഒനീൽ ലൈഫിനെ ലൈഫായി പോർട്രേ ചെയ്ത വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഒന്നിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, ഇപ്പോൾ സെക്സ് എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ലൈഫ് എന്താണോ അത് അങ്ങനെ പോർട്രേ ചെയ്ത വ്യക്തിയാണ് യുജീൻ ഒനീൽ. ഏണസ്റ്റ് ഹെമിംഗ്വേ, വില്യം ഫോക്കനർ, ഹെൻറി മില്ലർ, ഇവരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഹെൻറി മില്ലറിനെയാണ് പ്രൊഫറ്റ് ഓഫ് സെക്ഷൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. വില്യം ഫോക്കനറിൻ്റെ വർക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രൈസ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഇത് തെറ്റായിട്ടോ ഒന്നും കാണിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഒരുപാട് സെക്ഷൽ എപ്പിസോഡ്സ് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വർക്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ദെൻ നോർമൻ മെയിലർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അല്ലേ, അദ്ദേഹവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പേഴ്സൺ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും നിങ്ങൾ പറയാം. എന്ന് വെച്ചാൽ ലിറ്റററി സ്ട്രഗിളിൽ തന്നെ ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ആയ ലിറ്റററി സ്ട്രഗിൾ എന്ന് പറയുന്നത് സെക്ഷൽ റെവല്യൂഷൻ ആണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രോയിഡിൻ്റെ ഇൻഫ്ലുവൻസ്, യുങ്ങിൻ്റെ ഇൻഫ്ലുവൻസ്, റിവിഷനിസ്റ്റുകളായ റേച്ച്, ഫ്രോമിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസും കൂടി ആഡ് ചെയ്തിട്ട്
പഠിക്കുക. ഓക്കെ, സോ ആഫ്റ്റർ ദിസ് ക്ലാസ് എന്താണ്, ഡെഫിനറ്റ്ലി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, നന്നായി മനസ്സിലാക്കുക. ഈ ക്ലാസ്സിൽ കേട്ട് എഴുതി വെച്ച ലെക്ചർ നോട്ടും ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റും വെച്ച് നല്ലൊരു നോട്ട് ഉണ്ടാക്കുക, എക്സാമിനെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.